ഇത് കണ്ടോ? എന്റെ ചൂണ്ടയിൽ ഒരു വലിയ മീൻ കുടുങ്ങി കിടക്കാണ്. നല്ലോണം വലിച്ചു പിടിക്കേ. എടാ ടിംബക്ടു, നീ എന്തിനാടാ വന്നത്? നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കാ. അല്ല അല്ല, ഞാനത് ഈ വെള്ളത്തിൽ ഗോൾഡൻ ഫിഷിനെ തെരഞ്ഞു നടക്കായിരുന്നു. ആണോ? എന്നെ പിടിച്ചോ, വീണ്ടും ചെന്ന് തരയുക. ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ ചുൾബുൾ. എന്നെ കടിച്ചു കൊല്ലു, ആരെങ്കിലും രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. ബോസ്, ആരാടാ നീ? ഇത് ഞാനാ, ടിംബക്ടു തന്നെയാണ് ബോസ്. നീ എന്തിനാടാ ഈ കോലത്തിൽ ഇവിടേക്ക് വന്നത്? ബോസ്, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ആ വീറാണ്. എന്നെ കടിക്കാൻ വേണ്ടി അവൻ തേനീച്ചകളെ അയച്ചതാ. അവൻ ഇത്രയ്ക്ക് ധിക്കാരമോ? അവനാണോ നിന്റെ ശരീരത്തിൽ ഇത്രയും മുഴ വരുത്തിയത്? അവനെ ഞാൻ വെറുതെ വിടില്ല. താങ്ക്സ് ബോസ്, താങ്ക്സ്. ഇതിനെയാണ് നമുക്ക് ആവശ്യം. ഇതിനെയാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ഞാൻ അനിമൽ, ബേർഡ്സ്, ബഗ്സുകളെ കുറിച്ചൊക്കെയാണ് പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഏത് തേനീച്ചയെ വെച്ചാണോ വീർ നിന്നെ ഓടിപ്പിച്ചത്, അതേ തേനീച്ച ആ വീറിനെയും ഫുർസത് ഗഞ്ചിനെയും നശിപ്പിക്കുന്നതാണ്. കണ്ടോളൂ. ഇവരെ ഞാൻ ശരിക്കൊരു പാഠം പഠിപ്പിക്കാതെ വീടില്ല. ഇങ്ങോട്ട് വാസിയ ചിണ്ടു. നീ ആവശ്യമില്ലാതെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്. ഇന്ന പിടിച്ചോ. ചേട്ടാ, എന്താ ഇതൊക്കെ? വഴക്കുണ്ടാക്കരുത്. അവര് തമ്മിലുള്ള വഴക്ക് തീർക്കുന്നതിന് പകരം നീ അത് കൂട്ടുകയാണല്ലേ? അല്ലല്ല, ഞാൻ അവരെ ടിംബക്ടുയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചതാ. അവര് മനസ്സിലാക്കട്ടെ ഈ പ്രശ്നത്തിനൊക്കെ കാരണം ടിംബക്ടു ആണെന്ന്. ഇറങ്ങി വാടാ താഴെ, എന്നെ ഞാൻ പിന്നെ കണ്ടോളാം. വീർ, ഈ തടാകത്തിൽ പിരാന മീനുകളുണ്ട്. ദാ നോക്കൂ അവിടെ. ഞാൻ ആ പിരാനയെ ഇപ്പൊ തന്നെ ഓടിക്കാം. മറന്നുപോയി. അല്ല, ഞാനിപ്പോ എവിടെയാ? ചിന്റു, എടാ ചിന്റു. കണ്ടോ, എല്ലാരും എന്നെ കണ്ടിട്ട് പേടിച്ചോടുവാ. റോബോബോയ് സ്യൂട്ട് ഓൺ. റോബോബോയ് സ്യൂട്ട് ഓൺ. ഓടിക്കോ. അയ്യോ, വീർ, ഈ തടാകത്തിൽ പിരാന മീനുകൾ ഉള്ളത് അപകടമാണ്.
അതെ ഇംലി, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തേ പറ്റൂ. കൊള്ളാം. പിരാന ഇതെങ്ങനെ ഇവിടെ വന്നത്? ഈ കാര്യം എത്രയും പെട്ടെന്ന് ബോസിനെ അറിയിക്കണം. പിരാന ഇവിടുത്തെ തടാകത്തിൽ എത്തിക്കഴിഞ്ഞു ബോസ്. പിരാന ഈ തടാകത്തിൽ വന്നുവെന്നോ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അതെ ബോസ്, പിരാന തന്നെയാണത്. തന്നെ കടിച്ച് ഈ പരുവത്തിലാക്കി കണ്ടോ? ഇത് ശരിക്കും പിരാന മത്സ്യം തന്നെയാണ്. പിരാന മത്സ്യങ്ങൾ തടാകമെല്ലാം കലക്കി മറിക്കട്ടെ. വീർ ജനങ്ങളെ രക്ഷിക്കാൻ തീർച്ചയായും അവിടെ പോകും. അപ്പോൾ ഒറിജിനൽ പിരാനയുടെ അടുത്തേക്ക് എന്റെ റോബോ പിരാനയും ഞാൻ അയക്കും. ഒറിജിനൽ പിരാനയെന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വീർ അവിടെ എത്തുമ്പോ അപ്പൊ എന്ത് സംഭവിക്കും ബോസ്? അപ്പൊ ബോസിന്റെ റോബോട്ടിക് പിരാന വീറിനെ കടിച്ചു തിന്ന് അവന്റെ പണി തീർക്കും. Yes! ഇതാണ് എന്റെ റോബോട്ടിക് പിരാന. പെഡ്രോ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ലോകത്തിലെ 2 നല്ല സയന്റിസ്റ്റിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിത് എവിടെയാ വന്നിരിക്കുന്നത്? അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം നിന്റെ ചതിക്കളിയാണല്ലേ? അതിന് ഇതൊന്നും എന്റെ സ്ഥലമല്ല. നിങ്ങളാണ് എന്നെ ചതിക്കാൻ നോക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളെല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നത് വേറെ ആരോ ആണെന്ന് തോന്നുന്നു. അതാരായിരിക്കും? നിങ്ങൾ ആരും പേടിക്കണ്ട, ആരാ നീ? അതെത്രയും പെട്ടെന്ന് മനസ്സിലാകും. കിങ് പാഡ്രോ, നിങ്ങളുടെ ഗസ്റ്റുകൾ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പെട്രോ, ലൈക്ക് ഇറ്റ് വെരി മച്ച്. വളരെ നല്ല കാര്യം ലീസ. പെഡ്രോ, ഇദ്ദേഹമാണ് പ്രൊഫസർ പ്രേം സഹായി. പിന്നെ ഇയാൾ മാഡ് മാക്സ്. രണ്ടുപേരും വലിയ സയന്റിസ്റ്റുകളാണ്. നിങ്ങളുടെ ലക്ഷ്യം നിറവേറാൻ ഇവർ മതി. വെൽക്കം ടു മൈ വിന്നിംഗ് വേൾഡ് മിസ്റ്റർ പ്രേം സഹായ്, മിസ്റ്റർ മാഡ് മാക്സ്. അവരുടെ കൂടെ വന്നിരിക്കുന്ന ഈ രണ്ടുപേർ ആരാണ് ലീസ? പാഡ്രോ, ഇതാണ് വീർ, ഇത് ടിംബക്ടു. നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വീർ ദ റോബോ ബോയ്. ഞാൻ പെട്രോയാണ്. പെട്രോ, കിങ് ഓഫ് ദിസ് വിന്നിംഗ് വേൾഡ്. നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ടോട്ടൽ യൂണിവേഴ്സിനെയും നശിപ്പിക്കും. എന്നിട്ടൊരു പുതിയ യൂണിവേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു പുതിയ യൂണിവേഴ്സൽ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നു അല്ലേ? കൊള്ളാം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് പെട്രോ. എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഞാനും ബോസിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പെട്രോ, ലൈക്ക് ഇറ്റ്. ലിസ, മാഡ് മാക്സിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെയും നമ്മുടെ ഗസ്റ്റ് റൂമിലേക്ക് വിളിച്ചോണ്ട് പോകും. യെസ് പെഡ്രോ, നിങ്ങൾ എന്റെ പുറകെ വരൂ. നിങ്ങളും എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യണം മിസ്റ്റർ പ്രേം സഹായ്. പക്ഷേ പെട്രോ, ഞാൻ നിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പെട്രോ, ഡോണ്ട് ലൈക്ക് ഇറ്റ്. നല്ലോണം ആലോചിച്ചിട്ട് പറ. നമുക്ക് വീണ്ടും കാണാം. അപ്പൂപ്പ, ഇനി നമ്മൾ എങ്ങനെയാ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്? ഇനി എന്താ ചെയ്യാ? നിന്റെ എക്സ്റേ വിഷൻ കൊണ്ട് നോക്കു മോനെ. എക്സ്റേ വിഷൻ ഓൺ. അപ്പൂപ്പ, അതിനുള്ള വഴി കിട്ടിക്കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. എന്താടാ ഇത് കണ്ടോ ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന്? എന്താടാ ചാക്കിനുള്ളില്? വല്ല നിധിയും കണ്ടുപിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? നിധി അല്ല ബോസ്, ഇതിനകത്ത് ഒരുപാട് കലണ്ടേഴ്സ് ഉണ്ട്. ഇതാ നോക്ക്. ഈ ക്ലോസിന്റെ അടയാളം ഇതിലെങ്ങനെയാണ് വന്നതാ? ബോസ്, ആ ദിവസത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ ദിവസങ്ങളിലാണ് നിങ്ങൾ വീറിനെ കൊല്ലാൻ നോക്കിയിട്ട് അവസാനം തോറ്റുപോയത്. എന്നുവെച്ചാൽ ഇത്ര വർഷങ്ങളായിട്ട് ബോസ് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുക. ഞാനൊന്നിനും കൊള്ളാത്തവനാണെന്ന് പറയാനോടാ നീ? എന്താടാ ഈ ചെയ്തത്? എന്റെ പുതിയ എക്സ്പെരിമെന്റിന്റെ എല്ലാ കെമിക്കൽസും നീ താഴെയിട്ട് പൊട്ടിച്ചില്ലടാ. എന്താ ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെ തെറ്റുകൾ മാത്രം ചെയ്യുന്നത്? ടിംബക്ടു
എന്താണ് സംഭവിക്കുന്നത്? ഓ ഒരു ബ്ലോബ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതെത്രയും പെട്ടെന്ന് എന്റെ കൺട്രോളിൽ കൊണ്ടുവരട്ടെ. ടിംബക്ടു, എന്റെ ആ മിസൈൽ ഷൂട്ടിംഗ് ഗൺ വേഗം എടുത്തുകൊണ്ട് വരൂ. വേഗം! ബോസ്, ഇനി ബ്ലോബ്സ് വെച്ച് വീറിനെ അറ്റാക്ക് ചെയ്ത് നമുക്ക് അവന്റെ കഥയൊക്കെ കഴിക്കാം അല്ലേ? എന്താ അത് ശരിയല്ലേ ബോസ്? യെസ്! ഈ പ്രാവശ്യം നമ്മൾ തീർച്ചയായും ജയിച്ചിരിക്കുമെടാ. ഇത് പിടിക്ക. കൊള്ളാം. ഇത് വെച്ച് വീറിനെ അറ്റാക്ക് ചെയ്ത് അവനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്ക്. ചെല്ലോ. ശരി ബോസ്. വീർ, ഈ തവണ നീ ഈ ബ്ലോവിന്റെ അറ്റാക്കിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്റെ കളി ഇതോടെ അവസാനിക്കുകയാണ്. ചേട്ടാ, എന്റെ ഉന്നം തെറ്റിപ്പോയല്ലോ. എന്റെ ടാർഗറ്റ് മിസ്സായി പോയി. സംഗതി പ്രശ്നമായല്ലോ. ബോസ്, എന്റെ ഉന്നം പിഴച്ചു പോയതാ. ഓ, ഞാനത് കണ്ടിരുന്നു. പ്രശ്നമൊന്നുമില്ലടാ. എമിലിയെ ഇനി ഞാൻ കൺട്രോൾ ചെയ്തോളാം. നീ നമ്മുടെ അടുത്ത പ്ലാൻ അനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് എടുത്തോ. ഈ ഇമിലിക്ക് ഇത്ര പെട്ടെന്ന് എന്താ പറ്റിയത്?